ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തിരിക്കുന്നു. അതിനാധാരമായി എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ദയവായി വായിക്കുക. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ദേവദാസൻ ദയവായി വായിച്ചാലും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽക്കുവീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് വായിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ അപകടകാരിയായ സാത്താന്യ സൈന്യത്തെ ദിനംപ്രതി പോരാടി വിജയിക്കേണ്ടതിന്, അല്ലെങ്കിൽ പൈശാചിക മേഖലകളോട് നാം യുദ്ധം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രൊട്ടക്ഷൻ, സർവായുധ വർഗങ്ങൾ എന്ത് എന്ന് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാത്താന്യ മേഖലകളോട് ദിനം പ്രതി പോരാടി വിജയിക്കേണ്ട ഒരു മേഖലയാണ്. നാം നിൽക്കുന്നത് ഒരു കളിക്കളത്തിലല്ല, നാം നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. നിങ്ങളുടെ ആമീൻ കേൾക്കാൻ കഴിയട്ടെ. നാം നിൽക്കുന്നത് ഒരു കളിക്കളത്തിലല്ല, നാം നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. ഹല്ലേലൂയ. ആ യുദ്ധത്തിൽ മനുഷ്യനല്ല നമ്മളുടെ ശത്രു, മനുഷ്യരല്ല നമ്മളുടെ ശത്രുക്കളായി നാം കാണേണ്ടത്. എന്നാൽ പൈശാചിക ലോകത്തെ എങ്ങനെ നേരിടണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫൈനലി, ഒടുവിൽ. എന്നാൽ ആ ഫൈനലിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കറിയാം, ഒരു ക്രിക്കറ്റ് മാച്ച് ആണെങ്കിലും ഒരു ഫുട്ബോൾ മാച്ച് ആണെങ്കിലും അതിന്റെ ഫൈനൽ റൗണ്ടുകളിലേക്ക് വരുന്നതിന് മുൻപ്, അതിനു മുൻപ് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഗെയിം നടന്നിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ 6-ാം അധ്യായത്തിൽ തന്നെ എവിടെയാണ് നമ്മളുടെ വാർഫീൽഡ്, യുദ്ധഭൂമി അല്ലെങ്കിൽ യുദ്ധക്കളം, എവിടെയാണ് നമുക്ക് ഫൈറ്റിങ്സ്, യുദ്ധം ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ തുടങ്ങി അതിപ്രധാനപ്പെട്ട ചില മേഖലകളെ പൗലോസ് വെളിപ്പെടുത്തുന്നു. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള ഭാഗങ്ങളിലാണ് അപ്പോസ്തലനായ പൗലോസ് കുടുംബ ജീവിതത്തെ കുറിച്ച് വ്യക്തമാക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകൾ, കർത്തവ്യങ്ങൾ എന്തെന്ന് നിങ്ങൾ വേദപുസ്തകം തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വാസ്തവമായിട്ടും കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വപ്നമാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ പണി കഴിപ്പിക്കപ്പെട്ടതാണ്. കുടുംബജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹവുമാകുവാൻ
ദൈവം ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം നമ്മളെ കുടുംബമായും തലമുറ തലമുറയായും നടത്തിയ വിശ്വസ്തനായ കർത്താവിനെ ആ കൈകളൊന്ന് അടിച്ച് ഇന്ന് പകൽക്കാലം നന്ദി പറയാം. രണ്ട് കരങ്ങളും അടിച്ച് ആ കർത്താവിന് നന്ദി പറയാം. എന്നെ കാണുന്നവരെ, ഇന്ന് ഈ ആരാധനയിൽ ആയിരിക്കുന്നവരെ, കുടുംബമായും തലമുറയായും വഴി നടത്തിയ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൈശാചിക മേഖലകൾ ഒന്നാമത് ടാർഗറ്റ് ചെയ്യുന്നത്, ഒന്നാമത്തെ മേഖല ഫാമിലിയാണ്, കുടുംബമാണ്. ഹല്ലേലൂയ. കാരണം കുടുംബം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിതമായതൊന്നാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവത്താൽ ഈ ഭൂമിയിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഒന്ന് ഫാമിലി. ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ വിവാഹം നടത്തുന്നത്, അതിന്റെ കാർണികൻ എന്ന് പറയുന്നത് സർവശക്തനാകുന്ന യഹോവയായ ദൈവമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് അവന് വേണ്ടി തക്കതായ തുണയെ ഒരുക്കിയവൻ. ആദ്യത്തെ വിവാഹം ഈ ഭൂമിയിൽ നടത്തിയത് ഒരു മനുഷ്യകരമല്ല, ഈ ലോകത്തിലെ ഒരു വ്യക്തിത്വങ്ങളുമല്ല. ആദ്യത്തെ വിവാഹം ഈ ഭൂമിയിൽ നടത്തിയത് സർവശക്തനായ, കുടുംബങ്ങളെ സൃഷ്ടിച്ചവനായ, മനുഷ്യനെ നിർമ്മിച്ചവനായ, ആണും പെണ്ണുമായി സൃഷ്ടിച്ചവനായ സർവശക്തനാകുന്ന ദൈവത്തിന്റെ കരത്താലാണ്. രണ്ടാമത് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. മൈക്കിലൂടെയോ അധരം തുറന്നോ സഭ ചേർന്ന് പറയുമോ, യേശു തന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യേശു കർത്താവ് തന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നാൽ പാതാള ഗോപുരങ്ങൾക്ക് ദൈവത്തിന്റെ സഭയോട് എല്ലാ കാലത്തും യുദ്ധമുണ്ട്. പാതാള ഗോപുരങ്ങൾ ദൈവരാജ്യത്തിൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ നന്നായി ഭയക്കുന്നുണ്ട്. അതിന് കാരണങ്ങൾ മറ്റൊന്നല്ല. സഭ എന്റേതല്ല, സഭ നിങ്ങളുടേതല്ല, ചർച്ചിന്റെ ഓണർഷിപ്പ് നമ്മുടെ ആരുടെയുമല്ല. നടത്തിപ്പുകാരായി, നയിക്കുവാനായി അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും അവനാൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്റെ മുകളിൽ അവൻ തന്റെ സഭയെ പണിയുന്നു. ഓ, കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്റെ മേളിൽ. Oh, thank you, Holy Spirit of the Lord. Amen. Hallelujah. അപ്പോൾ ഉറപ്പായും കുടുംബം എന്ന വിഷയത്തോടും സഭ എന്ന വിഷയത്തോടും പൈശാചിക മേഖലകൾക്ക് യുദ്ധമുണ്ട്. കാരണം അത് നമ്മുടെ ആരുടെയും അല്ല, അത് യേശു കർത്താവിന്റെയാണ്. യേശു ആരാണ്? പിശാചിന്റെ തലയെ തകർത്തവനാണ്. സാത്താനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ സാത്താൻ ഉപദ്രവിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് തന്റെ ആടുകളെ കരടിയുടെ വായിൽ നിന്ന്, സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ കരടിയുടെ, ആ സിംഹത്തിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് ആടിനോടല്ല, ദാവീദിനോടായിരിക്കും. Are you with me? Yes. Hallelujah. പൈശാചിക മേഖലകൾ അസ്വസ്ഥമാണ്. സാത്താന്യ മേഖലകൾ അസ്വസ്ഥമാണ്. എന്തിനോട്? കർത്താവിനാൽ പണിയപ്പെടുന്നതായ സഭയോട്. ഹല്ലേലൂയ. രണ്ടാമതായി കുടുംബങ്ങളോട്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കുടുംബങ്ങളിലാണ്. ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് തന്റെ പരിശുദ്ധ രക്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യട്ടെ. ഈ ഓൺലൈനിൽ എന്നെ കാണുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ യേശുവിന്റെ രക്തത്താൽ അവൻ മറയ്ക്കട്ടെ. രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്ന ഒരു യുദ്ധമേഖലയാണ് എഫേസ്യർ 6:1 വാക്യം.
മക്കളെ, യെസ്, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനോ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനോ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളുമാണ്. മക്കളും മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ഒച്ചയുണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ വഴക്കടിക്കുന്നത് മിക്ക മാതാപിതാക്കളും അവരുടെ മക്കളോടാണ്, അവരുടെ കുഞ്ഞുങ്ങളോടാണ്. പിള്ളേരുടെ കാര്യത്തെ ചൊല്ലി പല വീടുകളിലും വഴക്കുകൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കായി വന്നിട്ടുണ്ട്, അല്ലെ? ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിച്ച് വളരെ ദൈവകൃപ ഏറ്റെടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ആ വീട്ടിലെ കൊച്ച്, ആ മകൻ, ആ മകൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് ദേഷ്യപ്പെടാനിടയാകുന്നു, വഴക്ക് പറയാനിടയാകുന്നു, അലയ്ക്കുവാനിടയാകുന്നു. അങ്ങനെ ആ ബന്ധങ്ങൾക്കകത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്രയധികം അവരെ സ്നേഹിക്കാമോ അത്രയും അധികം അവരെ നിങ്ങൾ സ്നേഹിക്കണം. കാരണം ഉദരഫലം ദൈവം നിങ്ങൾക്ക് തന്ന പ്രതിഫലമാണ്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ അനുഗ്രഹീതൻ. നഗരവാതിക്കൽ ശത്രുക്കളോട് എതിർക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന, ഈ ആലയത്തിലായിരിക്കുന്ന, ഓൺലൈനിൽ കാണുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കട്ടെ. ഹല്ലേലൂയ. ശരിയല്ലേ? നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, നമ്മൾ എത്രയധികം വചനം ധ്യാനിക്കുന്നവരാണെങ്കിലും, നമ്മൾ എത്രയധികം ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് ശത്രു തകർക്കുവാൻ, വിള്ളലുകൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും പൈശാചിക ലോകം അതിന്റെ പിറകിൽ ഉണ്ടാകും. രണ്ടാമതായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, പേരൻസ്, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഐക്യതയില്ല, പിള്ളേര് വീട്ടിൽ വരത്തില്ല, വഴക്കാണ്, കൊച്ചുങ്ങളുമായിട്ട് എന്നും അടിയാണ്, ഉറപ്പായിട്ടും നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അത് നമ്മളെ വല്ലാതെ ബാധിക്കുന്ന ഒന്നായിരിക്കും. മൂന്നാമത്തെ ഒരു വാർഫീൽഡ്, യുദ്ധമേഖല, അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത് 9-ാമത്തെ വാക്യത്തിലാണ്. 9-ാമത്തെ വാക്യം, യജമാന്മാരുടെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞിട്ട്, ഈ 8-ാമത്തെ വാക്യത്തിലാണ് ദാസനോ സ്വതന്ത്രനോ ഒരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നിട്ട് അടുത്ത കാറ്റഗറിയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്, യജമാനനും ദാസനും. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപക്ഷെ നിങ്ങൾ അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ബോസ് ആയിരിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിങ്ങളുടെ സ്റ്റാഫുമായി, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളുമായി നിങ്ങൾ യുദ്ധത്തിലാണെങ്കിൽ, വഴക്കാണെങ്കിൽ, അത് നിങ്ങളുടെ സ്വസ്ഥതയെ, നിങ്ങളുടെ സമാധാനത്തെ തകർക്കുന്നതിന് കാരണമാകും. നിങ്ങളൊരു സഭയിലായിരിക്കുമ്പോൾ, ഒരു ആത്മീക ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ആ ദൈവസഭയെ നയിക്കുന്ന, നടത്തുന്ന അധികാരികളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ, നിങ്ങളെ നയിക്കുന്നവരുമായി നിങ്ങൾ വഴക്കാണെങ്കിൽ, ഒരിക്കലും ആ ആരാധനയിൽ, ആ ചർച്ചിൽ, ആ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധം ദൈവികമായിരിക്കണം. ആമേൻ. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ
പണിയെടുക്കുന്നത്, ആ സ്ഥലത്ത് നമ്മളെ നയിക്കുന്നവർക്ക്, നമ്മളെ നടത്തുന്നവർക്ക് നാം വിധേയത്വം ഉള്ളവരായിരിക്കണം. ദൈവഹിതപ്രകാരമുള്ള, ദൈവവചന പ്രകാരമുള്ള വിധേയത്വങ്ങൾ, സബ്മിഷനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 മേഖല ഒന്ന് ശ്രദ്ധിച്ചേ. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചിക മേഖലകൾ യുദ്ധം ചെയ്യുന്നത്, ഒന്ന് നിങ്ങളുടെ ഫാമിലിയോടുള്ള ബന്ധത്തിൽ, 2 പ്രധാനമായും എടുത്തു പറഞ്ഞു നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ, 3 നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ. ഈ 3 മേഖലകളിൽ നിങ്ങളെ അസ്വസ്ഥമാക്കുവാൻ പൈശാചിക ലോകം ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ആത്മീക ജീവനാണ്. നിങ്ങൾ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് വന്നാൽ, വേദപുസ്തകം വായിക്കുന്നവർ, പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്, ആ 1-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കണം. ഈ മാസം, ഈ ഡിസംബർ മാസം, സ്വർഗത്തിലെ ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്ന ഈ മാസം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കണം. 1-ാം അധ്യായത്തിൽ ഒരു വിശ്വാസിക്ക് ലഭ്യമായ ആത്മീക സമ്പത്തുകളെയാണ് അവിടെ വ്യക്തമാക്കുന്നത്. 1-ാം അധ്യായം നോക്കിയാൽ, 2-ാം അധ്യായം നോക്കിയാൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈ വീണ്ടെടുപ്പ് ലഭിച്ചത്. ഇന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തിത്വങ്ങളും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഒന്ന് വായി തുറന്ന് പറയാമോ? ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. 3-ാമത്തെ അധ്യായത്തിലെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മെ വിളിച്ച ദൈവം ആ വിളിയുടെ ദൗത്യം എന്തെന്ന് വെളിപ്പെടുത്തുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. 1-ാം അധ്യായത്തിൽ യേശു കർത്താവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതലിന് ലഭ്യമായ ആത്മീക സമ്പത്തുകൾ എന്തെന്ന് വെളിപ്പെടുത്തുന്നു. 2-ാമത്തെ അധ്യായത്തിൽ ആ ആത്മീക സമ്പത്ത് നമുക്ക് ലഭിച്ചതിനാൽ, ആ ആത്മീക വിടുതൽ നമുക്ക് ലഭിച്ചതിനാൽ നമ്മൾ എന്തായിരിക്കുന്നു, നമ്മൾ ആരായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. 3-ാമത്തെ അധ്യായത്തിലാണ് നമ്മെ വിളിച്ച വിളിയുടെ ദൗത്യം എന്താണെന്ന് കർത്താവ് അറിയിക്കുന്നത്. 4-ാം അധ്യായത്തിൽ ആ വിളിയുടെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്നു. 5-ാം അധ്യായത്തിൽ വിളിക്കപ്പെട്ടവന്റെ കടപ്പാടുകൾ, ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ. ഇവിടെ ഇരിക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തിത്വങ്ങൾക്കും, കർത്താവിനാൽ വിളിക്കപ്പെട്ട സകലർക്കും ദൈവസന്നിധിയിൽ ചില കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആ അധ്യായം വായിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ കടപ്പാടുകൾ, നിങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ 6-ാമത്തെ അധ്യായമാണ് നമ്മൾ ഈ ആരാധനയിൽ വചന ശുശ്രൂഷയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്ന. 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, ഈ ആത്മീക സമ്പത്ത് ലഭ്യമായ, വീണ്ടെടുപ്പ് ലഭിച്ച, ഈ ദൈവീക ധാർമ്മിക ബോധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതം ഒരു കളിക്കളത്തിലല്ല, അവനൊരു യുദ്ധഭൂമിയിലാണ്. അവൻ എപ്പോഴും ആത്മീക പോരാട്ടങ്ങളുണ്ട്, യുദ്ധമുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ്, ഒന്ന് പ്രധാനമായ യുദ്ധഭൂമി ഫാമിലി, മക്കൾ, നമ്മളുടെ പ്രവർത്തന മേഖലകൾ, ഇതിനെ കുറിച്ചെല്ലാം വെളിപ്പെടുത്തിയിട്ടാണ് ഒടുവിൽ 10-ാം വാക്യം, എഫേസ്യർ 6:10, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവീൻ. ഫൈനലി എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ, ഞാനും നിങ്ങളുമെല്ലാം ഒരു ഫൈനൽ ഡേയിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരാമീൻ പറഞ്ഞേ. Our Lord Jesus Christ is coming very soon. Very soon. Amen.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒടുവിൽ ഫൈനലി കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, താഴോട്ട് പോകാനല്ല വിളിച്ചത്, ശക്തിപ്പെടാനാണ്. ആത്മാവിൽ ശക്തിപ്പെടുക, ആത്മാവിൽ ബലപ്പെടുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എൻ ടൈമിൽ, ഒടുവിൽ, അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ ആരും ഈ മടിയന്മാരായി പോകരുത്, ഡൗൺ ആയി പോകരുത്. പൈശാചിക ലോകങ്ങൾ, സാത്താന്യ മേഖലകൾ, ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ കണ്ണിൽ നീ കാണുന്ന വ്യക്തിയോടല്ല നിനക്ക് യുദ്ധമുള്ളത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, പിശാച് തന്ത്രങ്ങൾ മെനയുമ്പോൾ പ്രാർത്ഥനയിൽ അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്, അതിന് കഴിയണം, റെസിസ്റ്റ് ചെയ്യാൻ കഴിയണം. റെസിസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലാണ്. റെസിസ്റ്റ് ചെയ്യേണ്ടത് ദൈവവചനത്തിലാണ്. റെസിസ്റ്റ് ചെയ്യേണ്ടത് ആത്മസാന്നിധ്യത്തിലാണ്. 2:11 വായിച്ചു. 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നമ്മളാരും അറിയാത്തവരല്ലോ. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയേ, വി ആർ നോട്ട് ഇഗ്നോറന്റ് ഓഫ് ഹിസ് ഡിവൈസസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ട്രിക്കൊന്നും അല്ല. തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നു പിശാചിന്റെ ട്രിക്ക്. നോ, ഒന്നുമല്ല. പിശാച് ഉപയോഗിക്കുന്ന അവന്റേതായ കുറെ ഡിവൈസുകളുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. വെറുതെ എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. കൈ കൊടുത്ത് പറഞ്ഞ്, ഇത് എല്ലാരെയും കൊണ്ടും പറ്റുന്ന കാര്യമല്ല. ഇത് ദൈവികമായ സർവായുധ വർഗം ധരിച്ച ആ വെളിപ്പാടിൽ ജീവിക്കുന്നവന് മാത്രമേ സാധ്യമാകുള്ളൂ. നെക്സ്റ്റ് വേർഡിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ആ സർവായുധ വർഗത്തിലേക്ക് വരുന്നു. നെക്സ്റ്റ് വേർഡിൽ എഴുതിയിരിക്കുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഈ ഡിവൈസ് എന്ന വാക്ക് മറ്റ് പല അർത്ഥങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കൂട്ടം കൂടുക, ക്യാമ്പയിൻ ചെയ്യുക, ഒത്തിരി മീനിങ്ങുകൾ അതിനകത്തുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസൻ, ഒരു സ്പിരിച്വൽ പേഴ്സൺ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ഒരാത്മീയന് മാത്രമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടോ? കേൾക്കുന്നു? ഇപ്പോൾ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ
എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. Amen. അതാർക്കും മനസ്സിലാകത്തില്ല എന്ന് തന്നെയാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്താൽ ദൈവം നൽകിയ ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ അവന്റെ കൃപയാണ്. Yes. Amen. Amen. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. Amen. ഹല്ലേലൂയ. Hallelujah. ഇനി 11-ാം വാക്യത്തിനകത്ത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. Hallelujah. എന്ന ആ വാക്യത്തിൽ ആ സർവായുധ വർഗങ്ങൾ ഇന്ന് ഈ ആരാധന വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടത് കൊണ്ടും സമയം ഇത്രയും മുൻപോട്ട് പോയത് കൊണ്ടും ആ സർവായുധ വർഗങ്ങൾ എന്ത് എന്ന് മാത്രം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 14-ാമത്തെ വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽക്കുകയും രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും. 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. 1 സത്യം, 2 നീതി എന്ന കവചം, 3 സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരിപ്പാക്കുക, 5 വിശ്വാസം എന്ന പരിച എടുക്കുക, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക, ഏറ്റവും ഒടുവിലായി ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഒന്നാമതായി പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക. ട്രൂത്ത്, സത്യം. ഈ ലോകത്തിൽ ശരികളുണ്ട്, സത്യമുണ്ട്. Amen. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, കടഭാരം, ഞെരുക്കം, നിങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണ്. ഒരാൾ വന്ന് എനിക്ക് കടഭാരമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ഭയങ്കര വിശ്വാസികളായി നിന്നിട്ട് അങ്ങനൊന്നും പറയരുത് ബ്രദർ, നമ്മളെ വിശ്വാസം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ശരിയായ കാര്യമാണ്. അവൻ അനുഭവിക്കുന്ന ഒരു ശരിയാണത്. പക്ഷെ സത്യം അതല്ല. സത്യം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. Yes. Amen. Hallelujah. Praise God. സത്യ വേദ പുസ്തകമാണ്. Yes. Amen. സത്യം ദൈവമാണ്. സത്യം ഫൈനൽ വേർഡ്, അവസാനത്തെ ഉത്തരം മനുഷ്യനല്ല, അവസാനത്തെ ഉത്തരം നാട്ടുകാരല്ല, Yes. അവസാനത്തെ ഉത്തരം the final answer Yes. is the word of God. Amen. Hallelujah. Amen. Hallelujah. കടഭാരം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ സത്യം എന്ന് പറയുന്നത് ദൈവവചനമോ. വചനം പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ Yes. പൂർണ്ണമായും തീർത്തു തരും. ശബ്ദമുയർത്തി പറഞ്ഞ് പൂർണ്ണമായും. പൂർണ്ണമായി. Amen. Amen. നിങ്ങൾക്കൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. ആ ശാരീരിക ബുദ്ധിമുട്ടിനാൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം നിങ്ങളോട് സ്കാൻ എടുക്കാൻ പറഞ്ഞു. സ്കാനിങ് ചെയ്തു. സ്കാനിങ് ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് കണ്ടുപിടിച്ചു. ആ ബുദ്ധിമുട്ട് കണ്ടുപിടിച്ചത് അദ്ദേഹം പറഞ്ഞപ്പോ നമുക്ക് വിഷമമായി. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ചുമ്മാതാ,
ഒരിക്കലും ചുമ്മാതല്ല, ഒരിക്കലും ചുമ്മാതല്ല. ആ ഡയഗ്നോസ് ചെയ്ത് അവര് കണ്ടുപിടിച്ച് നമ്മളെ അറിയിച്ച കാര്യം ശരി തന്നെയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. Yes. പക്ഷേ സത്യം അതല്ല. Hallelujah. സത്യം വചനം പറയും. Amen. Amen. സത്യം വഴിയും സത്യവും ജീവനുമായവൻ പറയും. Hallelujah. സത്യം ഇതിനകത്താ എഴുതിയിരിക്കുന്നത്. അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. Yes. Amen. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് ഒത്തിരി മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ പൈശാചിക ലോകം ഒരുക്കിയേക്കാം. നിങ്ങൾ പറയുന്നത് ശരിയാണ്. പലരും പറയാറുണ്ട്, ബ്രദർ, പാസ്റ്റർ, സഹോദര, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല. അയ്യോ ബ്രദറെ, അങ്ങനൊന്നും പറയില്ലേ, സിസ്റ്ററെ അങ്ങനൊന്നും പറയല്ലേ. ശൂന്യംകാരത്തി സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത് യജമാനനെ എല്ലാം ഓക്കെ ആണെന്നാണ്. അവര് പറഞ്ഞത് കറക്റ്റാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച്, അവരുടെ അവസ്ഥ വെച്ച് അവർക്കൊരു യുദ്ധമുണ്ട് എന്ന് അവർ പറഞ്ഞത് കൃത്യമായ കാര്യമാണ്, ശരിയായ കാര്യമാണ്. പക്ഷെ സത്യം അതല്ല. എപ്പോഴും ഓർക്കണം, സത്യമേ ജയിക്കത്തുള്ളൂ. Yes. Amen. Hallelujah. That's amen. Praise Amen. God. ഹല്ലേലൂയ. Hallelujah. സത്യം എന്ന് പറയുന്നത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, Amen. അത് ലോകം തരുന്നത് പോലെയല്ല. Amen. Hallelujah. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ റബ ശാന്തല വൈഡമാനഗത. ഇന്ന് നിങ്ങൾ എന്നെ കാണുമ്പോൾ ഈ ആരാധനയിൽ ആയിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നു, സത്യം ദൈവമാണ്, Amen. സത്യം വചനമാണ്. Amen. ഹല്ലേലൂയ. Yes. അപ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അരയ്ക്ക് സത്യം കെട്ടുക. ജിജിപ്പാസ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എഫേസ്യർ 6:14 വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. എല്ലാവരും ഒന്ന് വാ തുറന്ന് പറഞ്ഞ് ട്രൂത്ത്. Truth. സത്യം. സത്യം. യേശു പറഞ്ഞില്ലേ, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. Amen. ഹല്ലേലൂയ. Hallelujah. നിന്റെ ജീവിതത്തിൽ നീ ശരിയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്നിൽ സത്യം ഉണ്ടെങ്കിൽ, Yes. നിന്നിൽ ട്രൂത്ത് ഉണ്ടെങ്കിൽ, ഈ ലോകത്തിലെ ഒന്നിനും നിന്നെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. Yes. Amen. That's Yes. amen. Amen. സത്യം നിങ്ങൾ അറിയുകയും Yes. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും Yes. ചെയ്യും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വഴിയും സത്യവുമായ യേശുവിനെ കുറിച്ചാണ്. Amen. Praise God. Hallelujah. ഹല്ലേലൂയ. കാരണം നമ്മൾ സേവിക്കുന്നത് സത്യദൈവത്തെയാണ്. Amen. ഞാൻ പ്രസംഗിക്കുന്നത് സത്യവചനമാണ്. Hallelujah. നമ്മൾ അറിയിക്കുന്നത് സത്യ സുവിശേഷമാണ്. നമ്മളിൽ വന്നത് സത്യത്തിന്റെ ആത്മാവാണ്. Yes. Amen. It's true. Hallelujah. ഹല്ലേലൂയ. Hallelujah. ചില ആളുകൾ അവരുടെ രോഗവിവരങ്ങൾ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിക്കുന്നു. കർത്താവേ, എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മഹാമാരി പോലെയുള്ള സംഭവങ്ങൾ ലോകത്തിൽ ഉണ്ടാകുന്നത്? ഹോശേയ പ്രവചനം 4-ാം 1 മുതൽ, ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾക്കുവീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യം ഇല്ല, ദയയില്ല, ദൈവ പരിജ്ഞാനം ഇല്ല. 2-ാം വാക്യം, അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകങ്ങളോട് രക്തപാതകം കൂട്ടുന്നു. 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. Amen.
അതുകൊണ്ട് Yes. ദേശം ദുഃഖിക്കുന്നു. ദുഃഖിക്കുന്നു. തിരിച്ചു ചോദിക്കണം, എന്തുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു? Amen. ഒന്നാം വാക്യമാണ് അതിന്റെ ഉത്തരം. യഹോവയ്ക്ക് ദേശനിവാസികളോട് വ്യവഹാരമുണ്ട്. ദേശത്തിൽ സത്യമില്ല, ദയയില്ല, ദൈവ പരിജ്ഞാനമില്ല. Yes. Hallelujah. ഹല്ലേലൂയ. ചേർന്നൊരാമീൻ പറഞ്ഞാട്ടെ. Amen. വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ പ്രത്യേകിച്ച് 15-ാം വാക്യം, 14-15 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. സ്നേഹത്തിൽ സത്യം സംസാരിച്ചു. Yes. Amen. Amen. ഒരു ദൈവ പൈതലിന് ദൈവം നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. ദൈവ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും, Yes. ശകലമല്ല സകലത്തിലും വളരാനിടയാകും. Amen. Yes. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, സത്യമുള്ളവൻ വളരും. സത്യമുള്ളവൻ വളരും. Amen. Yes. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. Thank you, Holy Spirit. Amen. ദൈവത്തോടും മനുഷ്യരോടും സത്യമുള്ളവരായിരിക്കുക. Amen. ദൈവത്തോടും മനുഷ്യരോടും. സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, Psalms 51:6, 51-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, അന്തർഭാഗത്തിലെ സത്യമല്ലോ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഹല്ലേലൂയ. അന്തർഭാഗത്തെ, ഉള്ളിന്റെ ഉള്ളിലെ സത്യമല്ലോ Yes. നീ ഇച്ഛിക്കുന്നത്. Amen. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. Amen. Hallelujah. നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, നിങ്ങളുടെ പാസ്റ്ററോട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ അന്തരംഗത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നവരായിരിക്കണം. Amen. Amen. കാരണം ദൈവം നോക്കുന്നത് ആ മേഖലയാണ്. Amen. ഹല്ലേലൂയ. Hallelujah. ഇയ്യോബ് അവൻ നീതിമാനായിരുന്നു. അവൻ നീതിമാനായിരുന്നു എന്ന് ഒരിക്കലും ജോബ് പറഞ്ഞിട്ടില്ല. അവൻ നീതിമാനാണ് എന്ന് അവന്റെ ഹൃദയത്തെ ശോധന ചെയ്ത ദൈവം മനസ്സിലാക്കിയതാണ്. Hallelujah. പക്ഷെ നീതിമാന്മാർക്കൊരു പ്രശ്നം കൂടെ ഉണ്ട്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ഭാരപ്പെടണ്ട. പക്ഷെ അവ എല്ലാറ്റിൽ നിന്നും Yes. Amen. യഹോവ അവനെ വിടുവിക്കും. Hallelujah. Hallelujah. ജോബിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് വ്യക്തമല്ലേ? ആ മനുഷ്യൻ ഫേസ് ചെയ്ത ചലഞ്ചുകൾ എത്ര അധികമാണ്. കാരണം ജോബ് സത്യസന്ധനായിരുന്നു. Amen. Amen. ദൈവ മുൻപാകെ നീതിയുള്ളവനായിരുന്നു. Amen. ആ കാരണം കൊണ്ട് അവന് മുമ്പിൽ വന്ന ഫൈറ്റുകൾ, യുദ്ധങ്ങൾ ചെറുതല്ലായിരുന്നു. Amen. എന്നാൽ സാത്താൻ എല്ലാം ചോദിച്ചു, സാത്താൻ എല്ലാം കവർന്നെടുത്തു. ജോബിന്റെ മക്കളെ, ആടുമാടുകളെ, മൃഗസമ്പത്തിനെ, അവന്റെ ആരോഗ്യത്തെ, എന്തിനാ പറയുന്നത്, അവന്റെ ത്വക്ക് വരെ, അവന്റെ ആത്മാവിനെ മാത്രം ലീവ് ചെയ്തിട്ട് അവന്റെ ത്വക്കിനെ വരെ, സ്കിന്നിനെ വരെ അറ്റാക്ക് ചെയ്തു. Oh, yes. Amen. അതാ ജോബ് പറഞ്ഞേ, എന്റെ ത്വക്ക് പിശാചാക്രമിച്ചാലും Yes. ഹല്ലേലൂയ, Hallelujah. ഞാൻ ദേഹസഹിതനായി Yes. എന്റെ ദൈവത്തെ ഞാൻ കാണും. Amen. Yes. അവൻ എന്നെ കൊന്നാലും Yes. ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. Hallelujah. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ജോബിന്റെ സ്കിന്നിനെ വരെ അറ്റാക്ക് ചെയ്തു, എല്ലാ നന്മകളും ശത്രു കവർന്നെടുത്തു. പക്ഷേ ജോബിന്റെ ഭാര്യയെ സാത്താൻ ചോദിച്ചോ? ഇയ്യോബിന്റെ ഭാര്യയെ സാത്താൻ ആവശ്യപ്പെട്ടോ?
അവളെ പരീക്ഷിച്ചോ? ഇല്ല. എന്താ? ജോബിന്റെ ഭാര്യയാണ് ഇയ്യോബിനോട് തന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വന്ന് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ, ഈ ദൈവത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ പോയി മരിക്കൂ എന്ന് ജോബിനോട് പറഞ്ഞത് ജോബിന്റെ ഭാര്യയാണ്. Yes. അപ്പോഴാ ജോബിന്റെ ഭാര്യയോട് ജോബ് പറയുകയാണ്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുന്നു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. Hallelujah. നിങ്ങൾ ഈ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് ജോബിന്റെ ഭാര്യ ജോബിനോട് ചോദിച്ചെങ്കിൽ, ജോബിന്റെ ഭാര്യ സാത്താന്റെ കസ്റ്റഡിയിലാണ്. Yes. Amen. Yes. സാത്താന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളിനോട് സാത്താൻ പരീക്ഷണത്തിന് വരുത്തില്ല. Oh, hallelujah. Yes. Amen. ഹല്ലേലൂയ. സാത്താന്റെ കസ്റ്റഡിയിൽ ഇരുന്നവളെ സാത്താൻ പരീക്ഷിക്കാൻ വന്നില്ല. Yes. Amen. പക്ഷെ ദൈവത്തിന് വേണ്ടി നിന്ന, അവന്റെ വചനത്തിന് വേണ്ടി നിന്ന, സത്യത്തിന് വേണ്ടി നിന്നവനോട് പൈശാചിക മേഖലയ്ക്ക് ആക്രമണം ഉണ്ടായി. Yes. Amen. That's right. Amen. Praise God. ഹല്ലേലൂയ. Hallelujah. അവിടെയും ജോബിന്റെ ലൈഫിൽ അവൻ സത്യവാനായിരുന്നു. Amen. ജോസഫ് സത്യവാനായിരുന്നു. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Yes. Hallelujah. ജോസഫിന്റെ ലൈഫിൽ ട്രൂത്ത് ഉണ്ടായിരുന്നു, സത്യം ഉണ്ടായിരുന്നു. Amen. ഞാനൊരു കാര്യം സഭയോട് അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ചിന്തയ്ക്കായി തിരുവെഴുത്തിൽ നിന്ന് ചോദിക്കുകയാണ്. ജോസഫിനെതിരെ കള്ളക്കഥകൾ മെനഞ്ഞു. ജോസഫിന്റെ ജീവിതത്തിനെതിരെ പൊത്തീഫറിന്റെ ഭാര്യ കേസ് ഫയൽ ചെയ്തു. ജോസഫിനെ കൽത്തുറങ്കിൽ അടച്ചോ? പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ജോസഫ് തെറ്റുകാരനാണെന്ന് എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? No. പക്ഷെ ജോസഫ് ശിക്ഷിക്കപ്പെട്ടവനാണ്. Yes. അന്നത്തെ കാലത്ത് ഗവൺമെന്റ് അവനെ ശിക്ഷിച്ചതാണ്. Yes. പക്ഷെ ഒരിക്കലെങ്കിലും Yes. ഒരു ചിന്ത കൊണ്ടെങ്കിലും ജോസഫിന്റെ ജീവിതത്തിൽ തിന്മയുണ്ട് എന്ന് എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? No. Yes. അതാണ് ജോസഫിന്റെ ദൈവം. Amen. Yes, Lord. Amen. Hallelujah. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവിക നീതിയെ വിട്ട്, ദൈവിക സത്യത്തെ വിട്ട്, ദൈവിക വഴിയെ വിട്ട്, ദൈവവചനം വിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ് അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. Amen. Yes. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, നമ്മളുടെ യുദ്ധത്തിന്റെ ഒന്നാമത്തെ ആയുധം, പൈശാചിക മേഖലയോട് യുദ്ധത്തിന് ഇറങ്ങുന്നവനിൽ സത്യമുണ്ടാകണം. Amen. സത്യമില്ലെങ്കിൽ അവൻ തിരിച്ചു വാദിക്കും. Yes. പുരോഹിതൻ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ വേദപുസ്തകത്തിൽ സാത്താൻ ആ പുരോഹിതനോട് പറയുകയാണ്, ഇവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. ദൈവം എന്നാ പറഞ്ഞു? അവന്റെ വസ്ത്രം മാറ്റി അവനെ വിശുദ്ധമായ ഉത്സവ വസ്ത്രം അവനെ ധരിപ്പിക്കുകയും. Yes. Amen. ഹല്ലേലൂയ. ചേർന്നൊരാമീൻ പറഞ്ഞു. Amen. അവന്റെ വസ്ത്രത്തെ മാറ്റി വിശുദ്ധ വസ്ത്രത്തെ ധരിപ്പിച്ചപ്പോൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യഹോവ സാത്താനെ ഭത്സിച്ചു. Amen. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് പറഞ്ഞു. Hallelujah. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Name. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Jesus. രണ്ടാമതായി, സമയം മുൻപോട്ട് പോകുന്നതിനാൽ രണ്ടാമത്തേതാണ് നീതിയുടെ കവചം. Amen. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും, എൻ്റെ സഹോദരങ്ങളോടെല്ലാം, എന്നെ ഓൺലൈനിൽ കേൾക്കുന്നവരോടല്ല ഞാൻ പറയുന്നു, നീതിയുടെ കവചം നമ്മളെ ഭയങ്കരമായി സംരക്ഷിക്കുന്നതാണ്.
Amen. Yes. എന്താണ് നീതിയുടെ കവചം? ഇത് സ്വയനീതിയെ കുറിച്ചല്ല പറയുന്നത്. സ്വയനീതിയല്ല, ക്രിസ്തുവിലുള്ള നീതി. ആമേൻ. ഒരു പക്ഷെ ഇന്ന് ഇതൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനേ സമയമുണ്ടാകത്തുള്ളൂ. നീതിയുടെ കവചം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രേ നീതീകരിക്കപ്പെടുന്നു. എല്ലാരും പറഞ്ഞ് സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. ഒരിക്കൽ കൂടെ പറഞ്ഞ് സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. Hallelujah. എങ്ങനെ നീതീകരിക്കപ്പെട്ടു? അവന്റെ വീണ്ടെടുപ്പ് മൂലം ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. Amen. അടുത്ത വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് ആ, അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവരുമാകേണ്ടതിന്. ഈ വാക്യം റോമർ 3:26 നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളത്തിൽ ഉണ്ടാകണം. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. ഹല്ലേലൂയ. ആരാ നീതിമാൻ? ഉറക്കെ പറഞ്ഞ ആരാ നീതിമാൻ? യേശു നീതിമാനും Amen. യേശുവിൽ വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെടുന്നവരുമാകും. Amen. Hallelujah. പൊതുവെ നമ്മളുടെ എല്ലാം മൈൻഡിനകത്ത് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ നിമിത്തമോ അല്ലാതെയോ പലരുടെയും ഉള്ളത്തിനകത്ത് ഐ എം നോട്ട് എ റൈച്ചസ് പേഴ്സൺ, ഞാൻ നീതിയുള്ള ഒരാളല്ല എന്ന തോന്നൽ പലരുടെയും ഉള്ളത്തിലുണ്ട്. കാരണം അധ്യാപകരിൽ നിന്ന് കേട്ടത് പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ നീ മണ്ടനാ, പഠിക്കാൻ കഴിവില്ലാത്തവനാ എന്നുള്ള വാക്കുകളാണ്. സമൂഹത്തിൽ നിന്ന് കേട്ടത് യു ആർ നോട്ട് എ ഗുഡ് പേഴ്സൺ, നിങ്ങളൊരു നല്ല ആളല്ല എന്ന വാക്കാണ്. പലപ്പോഴും പല ആളുകളും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്, നിനക്കെന്തോ കുഴപ്പമുണ്ട്, കുഴപ്പക്കാരനാണ്. അപ്പം നമ്മുടെ മനസ്സിനകത്ത് എവിടേക്കോ പതിച്ചിട്ടുണ്ട് കുഞ്ഞു പ്രായം മുതലേ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, കുറവുകളുണ്ട് എന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതിന് ശേഷവും വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷവും ദൈവമക്കളായതിനു ശേഷവും ആദ്യത്തെ ഒരു 10-25 മിനിറ്റ് പ്രാർത്ഥിക്കുന്നത് തന്നെ കർത്താവേ എന്റെ അകൃത്യത്തെ ക്ഷമിക്കണേ, പാപങ്ങളെ കഴുകണമേ എന്നാണ്. നല്ലതാണ്, അത് പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഹൃദയത്തിനകത്ത് നിങ്ങളിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തുവിൽ? മനുഷ്യനല്ല. ബൈബിൾ പറയുന്ന മനുഷ്യൻ പുറമേ നോക്കി വിധിക്കുന്നു, ബാഹ്യമായത് നോക്കി അവൻ ജഡ്ജ് ചെയ്യുന്നു. എന്നാൽ ദൈവമോ ഹൃദയങ്ങളെ അറിയുന്നു. Amen. Yes, Lord. ഹല്ലേലൂയ. യേശു നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എന്നെ അവൻ നീതീകരിച്ചവനുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഈ 25-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്ത വാക്യം ഓൺലൈനിൽ കാണുന്നവരും ചർച്ചിൽ ഇരിക്കുന്നവരും ശ്രദ്ധിക്കണം. 25-ാം വാക്യത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ്. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. ഹല്ലേലൂയ. Hallelujah. ഈ റൈച്ചസ്നെസ്, നീതീകരണം എന്ന വാക്കിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഡിക്കായോസ് എന്ന പദമാണ്. ഡിക്കായോസിസ് എന്ന വാക്കിന്റെ അർത്ഥം അത് ഒരു വാക്കിൽ പറഞ്ഞാൽ തീരുന്നതല്ല. പ്രധാനമായ സുപ്രീം ജഡ്ജാണ് പിതാവായ ദൈവം.
ആ പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് എനിക്ക് വേണ്ടി നിൽക്കുന്ന മധ്യസ്ഥനും എന്റെ അഡ്വക്കേറ്റുമാണ് കർത്താവായ യേശു ക്രിസ്തു. Amen. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരാൾ വിശ്വാസത്തിലേക്ക് വരുന്നു, ഒരാൾ കർത്താവിലേക്ക് വരുന്നു. അവന്റെ ജീവിതത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളും പാപങ്ങളും വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നു നിന്ന് ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്തിൽ ആശ്രയിച്ച് ആ രക്തത്താലുള്ള വിശുദ്ധീകരണം വിശ്വാസത്താൽ വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുമ്പോൾ അവന്റെ ആത്മാവും അവന്റെ പ്രാണനും യേശുവിന്റെ രക്തത്താൽ വിശുദ്ധമാക്കപ്പെടുകയാണ്. Amen. യേശുവിനെ മരിച്ചവർ ഇടയിൽ നിന്ന് പിതാവാകുന്ന ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് അവൻ നീതിക്കായി വിശ്വസിക്കുകയും അവൻ രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്തു കഴിയുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച പുതിയ ജീവിതത്തിനുടമയായ ഒരു മകനായി മകളായി തീരുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ രംഗം കാണണം. സുപ്രീം ജഡ്ജായിരിക്കുന്നത് പിതാവായ ദൈവമാണ്. ഇവിടെ ഈ ഡിഖായോസിസ് എന്ന വാക്കിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ, അഡ്വക്കേറ്റ് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപിൽ, ആ സ്വർഗീയ കോടതിയുടെ മുൻപിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ, നിങ്ങൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ച് യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിച്ച ഒരു ദൈവ പൈതലാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റായ ക്രിസ്തു, സുപ്രീം ജഡ്ജായ പിതാവിനോട് പറയും, ഇവൻ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു, എന്റെ രക്തത്താൽ ഇവൻ കഴുകപ്പെട്ടിരിക്കുന്നു, ഇവൻ എന്നിലും എന്റെ നാമത്തിലും എന്റെ വചനത്തിലും വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കരുത്, ഇവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക, മറ്റൊന്നിനുമല്ല എന്റെ നീതിയെ പ്രദർശിപ്പിക്കുക. അങ്ങനാണെങ്കിൽ യേശുവിൽ വിശ്വസിച്ച, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച, അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ കുറ്റബോധത്തിലല്ല ജീവിക്കേണ്ടത്, നീതിയുടെ ബോധത്തിൽ, നീതിബോധത്തിൽ അവൻ ജീവിക്കണം. നീതിബോധത്തിൽ ജീവിക്കണം. ആ നീതി എന്റെ കർമ്മങ്ങളാലോ എന്റെ ക്രിയകളാലോ എന്റെ പ്രവൃത്തികളാലോ ഉളവാക്കപ്പെട്ടതല്ല. എന്റെ പ്രവൃത്തികളെല്ലാം അവന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെ കിടക്കുകയാണ്. എന്റെ നീതിയല്ല, ക്രൂശിലെ നീതിയാൽ, ക്രിസ്തുവിന്റെ നീതിയാൽ, എന്റെ പെർഫോമൻസ് അല്ല, കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായ ക്രിസ്തുവിനാൽ, യേശുവിന്റെ നീതിയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ക്രിസ്തു യേശുവിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിനാൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. ഒന്ന് വായി തുറന്ന് എന്റെ കൂടെ സഭ പറയാൻ തയ്യാറാകുമോ? യേശുവിന്റെ നീതിയാൽ, അവനിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. യേശുവിന്റെ അനുസരണത്താൽ ഞാനും അനുസരണമുള്ളവനായി മാറി. യേശുവിന്റെ രക്തത്താൽ, അവന്റെ വിശുദ്ധ രക്തത്താൽ ഞാനും വിശുദ്ധീകരിക്കപ്പെട്ടു. ഞാനാകുന്നത് കൃപയാലാകുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഞാനാകുന്നത് കൃപയാലാകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്യത്തെ, ഈ സത്യത്തെ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ആത്മാവിലും ഉൾക്കൊണ്ട് ആ വെളിപ്പാടിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. ഇതൊരു വെളിപ്പെടുത്തലാണ്, ഒരു വെളിപ്പാടാണ്. സമാധാനം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരിലും അതുണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങളിലും അതുണ്ടാകട്ടെ. എല്ലാ ജീവിതങ്ങളിലും അതുണ്ടാകട്ടെ. എന്നാൽ അതിനുള്ള ഒരു പ്രധാന വഴി, റെവലേഷൻ, ഒരു വെളിപ്പാട്, പൗലോസ് പറയുന്നു റോമർ 5:1.
റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇവിടെ റോമർ 5:1 നമ്മൾ വായിക്കുന്ന വാക്യം ദൈവത്തോട് ഉള്ള സമാധാനമാണ്. Amen. അല്ലെ? Amen. അതൊരു വെരി ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തോടുള്ള സമാധാനം. ഹല്ലേലൂയ. Hallelujah. ഈ ദൈവം തരുന്ന സമാധാനമുണ്ട്, നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന സമാധാനമുണ്ട്, എന്നാൽ ദൈവത്തോടുള്ള സമാധാനമുണ്ട്. ഒന്നുകൂടെ പറയാം, ഈ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വെല്ലുവിളികളോ ഒക്കെ വരുമ്പോൾ ഓൾറെഡി കർത്താവ് നമുക്ക് തന്നേച്ചു പോയ യേശു എന്നാ പറഞ്ഞ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ. Amen. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്നിട്ട് യേശു അവരോട് പറഞ്ഞ ആദ്യത്തെ വാക്കെന്നാ? പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. Amen. കാരണം അവർ ഭയന്നിരിക്കുകയാണ്, അവരാകുലപ്പെട്ടിരിക്കുകയാണ്. പത്രോസിന്റെയൊക്കെ ഉള്ളത്തിൽ നല്ല കുറ്റബോധമുണ്ട്. ആ ഭയന്നിരിക്കുന്ന ആകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടത് ഭക്ഷണമല്ല, വസ്ത്രമല്ല, അവന് വേണ്ടത് സമാധാനമാണെന്ന് യേശുവിനറിയാം. Amen. നിങ്ങൾ ഫുഡ് കഴിച്ചോ നല്ല കർത്താവാദ്യം ചോദിച്ചത്. നമ്മൾ ഒരാള് കുറെ നാളുകൾ മാറി നിൽക്കുന്ന ഒരാൾ, പുറത്തിറങ്ങാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരാളിനെ നമ്മൾ കണ്ടാൽ നമ്മൾ ചോദിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നൊക്കെയാ. പക്ഷെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്നൊന്നുമല്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ ഓൺലൈനിൽ കാണുന്ന സകല വ്യക്തികളും മനസ്സിലാക്കണം, എന്റെ പ്രസന്റ് നീഡിനെ കർത്താവ് അറിയുന്നുണ്ട്. Hallelujah. Praise God. എന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്നുള്ളത് എന്റെ യേശു അറിയുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ നീഡ് എന്താണോ അത് യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗത്താൽ റിലീസ് ചെയ്യപ്പെടട്ടെ. I receive it. Amen. Peace be with you. Amen. നിങ്ങൾക്ക് സമാധാനം. Amen. അടുത്ത വാക്യത്തിൽ അത് വളരെ ശ്രദ്ധേയമായൊരു വചനമാണ്. യേശുവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. പറഞ്ഞേ, സമാധാനം കിട്ടിയപ്പോൾ സമാധാനം കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു. അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ. Hallelujah. നമുക്ക് സന്തോഷം തരുന്നത്, ഞാൻ ഈ പറയുന്നത് ഹാപ്പിനെസ്സിനെ കുറിച്ചല്ല. ഹാപ്പിനെസ് ഉണ്ട്, ജോയ് ഉണ്ട്. ഹല്ലേലൂയ. Amen. നമ്മളോട് ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നോ, സന്തോഷമായിട്ടിരിക്കുന്നോ എന്നാ. നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, പൈസ ഇല്ലാത്തതിന്റെ പ്രയാസം കാണാം, ജോലി ഇല്ലാത്തതിന്റെ പ്രയാസം കാണാം, ശാരീരിക ബുദ്ധിമുട്ടിനാലുള്ള വിഷമം കാണാം. പലരുടെ അകത്ത് അവരുടെ ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അവർ പ്രതീക്ഷിച്ചത് നടക്കാത്തതിനാൽ അവരുടെ അകത്തൊരു സന്തോഷമില്ല. പക്ഷെ ഒരിക്കലും ആ സന്തോഷത്തോടു കൂടെ ദൈവം തരുന്ന സന്തോഷത്തെ കണക്ട് ചെയ്യില്ല. ഇത് സത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആത്മാവിന്റെ ഫലം എന്തുവാന്ന് മനസ്സിലാക്കണം. ആത്മാവിന്റെ ഫലം എന്നൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിജയം, വിശ്വസ്തത, ഇതൊക്കെ ആത്മാവിന്റെ ഫലമാണ്. അതിൽ സന്തോഷം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിലോ മറ്റ് ട്രാൻസ്ലേഷനിലോ നോക്കി, അവിടെ ഹാപ്പിനെസ് എന്ന ഒരു അർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്. It's a joy. Yes. Amen. It's a joy. Amen. Amen. അത് മനുഷ്യൻ തരുന്ന പണത്തിൽ കിട്ടുന്നതല്ല. അത് ലോകം തരുന്ന അംഗീകാരത്തിൽ കിട്ടുന്നതല്ല. Yes. Amen. സാമ്പത്തികം ഇല്ലാതിരിക്കുമ്പോഴും, ഒരുപക്ഷെ മനുഷ്യൻ അംഗീകരിക്കാതിരിക്കുമ്പോഴും, ജോലി നഷ്ടപ്പെടുമ്പോഴും, രോഗം വരുമ്പോഴും, ജീവിതത്തിന്റെ എല്ലാ പ്രതികൂല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. Amen. Amen. Yes.
അപ്പൊ Hallelujah. നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ്? നിങ്ങളുടെ ആത്മാവിനകത്ത് Amen. ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ, Amen. Yes. Hallelujah. Hallelujah. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ആത്മാവിനകത്ത് Yes. ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ Amen. Amen. എന്താണ് ഇത്? പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ഒക്കെ ടൈം വരികയാണ്. ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ആട്ടിടയന്മാരോട് എന്തു ആദ്യം പറഞ്ഞ്? സർവലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. Amen. വാ തുറന്ന് പറഞ്ഞേ, മഹാസന്തോഷം. മഹാസന്തോഷം. ആരാണ് ആ മഹാസന്തോഷം? ദാവീദിന്റെ പട്ടണത്തിൽ Oh, yes. ഹല്ലേലൂയ, Amen. ലോകത്തിന്റെ രക്ഷകൻ, Yes. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാതി ദേവൻ, അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു Praise God. അവൻ ജനിച്ചിരിക്കുന്നു. Jesus. സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ആ മഹാസന്തോഷം ആരാണ്? Jesus. യേശുവാണ്. Amen. Amen. യേശു ആകുന്ന മഹാസന്തോഷം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുകയും എഴുതിയെടുക്കുകയും കേട്ട് ആമീൻ പറഞ്ഞ് ഇനി അടുത്ത പ്രസംഗം നെക്സ്റ്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇരിക്കുന്നവരാണ്. ഇനി അടുത്ത ആഴ്ച എന്നായിരിക്കും മെസ്സേജ്. ഹല്ലേലൂയ. പക്ഷെ ഇതിനകത്ത് ജീവിക്കാൻ നമുക്ക് പറ്റണം. Amen. ഇതിനകത്ത് ഇതൊരു ലൈഫാണ്. ഇറ്റ്സ് എ ലൈഫ്. ഈ വചനം നമ്മളെ ദൈവം കേൾപ്പിക്കുന്നത്, വചനമാണ് ഏറ്റവും വലിയ പ്രവചനം. Amen. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഈ പ്രവചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? Amen. അതിൽ ജീവിക്കാൻ വേണ്ടിയാണ്. Amen. Yes, Lord. Amen. ഹല്ലേലൂയ. Yes. Hallelujah. കാറ്റും കടലും ഇളകി മറിയുമ്പോൾ ശിഷ്യന്മാർ നിലവിളിച്ച് പറയുന്നു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇന്നലെ അത്ഭുതങ്ങൾ കണ്ടവരാ. ഇന്നലെ 5 അപ്പവും 2 മീനും വർദ്ധിക്കുന്നത് കണ്ടതാ. കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും ഉണ്ടാകുന്നത് കണ്ടതാ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പച്ചവെള്ളം വീഞ്ഞാകുന്നതും Yes. മരിച്ചവർ ഉയർക്കുന്നത് വരെ കണ്ടവരാണ്. Yes. ഈ വെള്ളം നിന്റെ വള്ളത്തിൽ കയറുമ്പം നിനക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ നിന്റെ അമരത്ത് കർത്താവ് ഉണ്ടായിരിക്കും. Amen. Amen. Hallelujah. Amen. ഈ നീതിയുടെ ബോധം നിങ്ങൾക്കുണ്ടാകണം. Amen. Yes, Lord. Hallelujah. Amen. ജിജി പാസ്റ്ററെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ഒന്ന് വായിച്ചോ? എല്ലാരും എടുത്ത് ബൈബിള്. യോഹന്നാൻ 15-ാം അധ്യായം. You can read it, just read it. ഒന്ന് വായിച്ചോ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും ആഹാ. എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നവനൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അധികം ബലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവവചനം അവൻ നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ വിശുദ്ധീകരിക്കാനാണ്. Amen. അടുത്ത വാക്യം, നെക്സ്റ്റ് വേർഡ്. എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന്റെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഇത് ഉറപ്പിച്ചോണം. ക്രിസ്തുവിന്റെ നീതിയിൽ നാം വസിക്കാത്ത കാലത്തോളം, അവന്റെ വചനം എന്റെ ആത്മാവിൽ ഇല്ലാത്തിടത്തോളം നമുക്ക് നിലനിൽപ്പുണ്ടാകത്തില്ല. പുല്ലുണങ്ങും, പൂ വാടും, ദൈവത്തിന്റെ വചനമോ Yes. എന്നേക്കും നിലനിൽക്കും. Amen. നിലനിൽക്കുന്നത് വചനത്തിൽ നിൽക്കുന്നവനാണ്. Amen. Yes. Amen. വൻമഴ വരത്തില്ലെന്ന് പറഞ്ഞില്ല, വരും. Yes. കാറ്റടിക്കത്തില്ലെന്ന് പറഞ്ഞില്ല, അടിക്കാം. Yes. പക്ഷെ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതവനെ വൻമഴകൾക്കോ കാറ്റിനോ തിരകൾക്കോ തകർക്കുവാൻ കഴിയത്തില്ല. കൈകളൊന്ന് അടിച്ച് ആ വചനത്തെ സ്വീകരിച്ച് കർത്താവിനെ നന്ദി പറയാം. Hallelujah. നെക്സ്റ്റ് വേർഡ്,
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു. ആരെങ്കിലും വിശ്വാസത്തിൽ ഉണങ്ങിപ്പോയെങ്കിൽ, ആരെങ്കിലും പ്രാർത്ഥനയിൽ ഉണങ്ങിപ്പോയെങ്കിൽ, നിങ്ങൾ പാടിയ പാട്ട് തെറ്റായത് കൊണ്ടല്ല. ഇന്റിമസി വിത്ത് ജീസസ്, Amen. കർത്താവിൽ ക്രിസ്തുവിൽ വസിക്കുക. Yes. ഈ യോഹന്നാൻ 15 വസിക്കുക എന്ന് പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താമസിക്കുക എന്നല്ല. ഹല്ലേലൂയ. വസതി എന്ന് പറയത്തില്ലേ, ആ വസതി എന്ന് തമിഴിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീട് എന്നാണ്. ഹല്ലേലൂയ. Hallelujah. വസിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നല്ല. അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത് കൊമ്പ്, മുന്തിരിവള്ളി. ഹല്ലേലൂയ. Hallelujah. ഈ ഓറഞ്ച് മരത്തിനകത്ത് നിൽക്കുന്ന ഒരു കൊമ്പ് മുറിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ കൊമ്പിന് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. കാരണം Amen. ആ ഓറഞ്ച് വൃക്ഷത്തിനകത്തെ ശിഖരം, കൊമ്പ് ആ മരത്തിൽ താമസിക്കുവല്ല, വസിക്കുവാണ്. Yes. Amen. വെള്ളത്തിനകത്ത് കിടക്കുന്ന ഒരു മത്സ്യം, ഒരു മീൻ വെള്ളത്തിൽ താമസിക്കുവല്ല, അതിൽ വസിക്കുവാണ്. Amen. Yes. ആ വെള്ളത്തിൽ നിന്ന് അവനെ പുറത്തെടുത്തിട്ടാൽ പിന്നെ അവന് ലൈഫ് ഇല്ല. Yes. Yes. Hallelujah. ഞാൻ താമസിക്കുന്ന വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പം വരാം, എനിക്ക് ഇഷ്ടമുള്ളപ്പം പോകാം. ഹല്ലേലൂയ. Hallelujah. പക്ഷെ മീൻ ഒരിക്കലും വെള്ളത്തിൽ താമസിക്കുകയല്ല, അതിൽ വസിക്കുകയാണ്. വെള്ളമില്ലാതെ ആ മീന് ജീവിക്കാൻ പറ്റത്തില്ല. Amen. Amen. Hallelujah. അതാ കർത്താവ് പറഞ്ഞ് എന്നിൽ നിങ്ങൾ വസിക്കുവീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവില്ലാതെ, യേശുവിനെ കൂടാതെ, അവനില്ലാതെ, അവനോട് പറ്റിയിരിക്കാതെ, അവനോട് ചേർന്നിരിക്കാതെ Yes. ഈ ലോകത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. Amen. Hallelujah. അത് കുറച്ചും കൂടെ ആഴമായി മനസ്സിലാക്കാൻ വേണ്ടിയാ Yes. യോഹന്നാൻ 15:5 യേശു കർത്താവ് പറഞ്ഞത്, Yes. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Amen. പക്ഷെ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുവാണെങ്കിൽ ലോകം കാണാൻ പോവാ നിങ്ങൾ ഫലം കായ്ക്കുന്നത്. ഒന്ന് കരമടിച്ച് കർത്താവിന് മനുഷ്യൻ കാണാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകട്ടെ. ക്രിസ്തുവിൽ വസിക്കുന്ന, ക്രിസ്തുവിൽ വസിക്കുന്ന, അവന്റെ സാന്നിധ്യത്തിൽ വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആകട്ടെ. ഇത് കേട്ട് കൈയടിച്ച് മാത്രം പോകുന്നവരാകരുത്. ഇതിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ആമേൻ. ഹല്ലേലൂയ. Hallelujah. നെക്സ്റ്റ് വേർഡ് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കുവീൻ. എത്ര സ്ഥലത്താ ആ വസിക്കുവീൻ എന്നുള്ള വാക്ക് എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം. നെക്സ്റ്റ് വേർഡ് ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രതിസന്ധി വരുമ്പോ, വെല്ലുവിളി വരുമ്പോ, പക്ഷെ നിങ്ങളുടെ അകത്തൊരു ജോയ് ഉണ്ട്. അത് നിങ്ങളുടെ ഫ്ലഷിലല്ല, നിങ്ങളുടെ
ജഡത്തിലല്ല കിടക്കുന്നത്, നിങ്ങളുടെ സ്പിരിറ്റിലാ. Yes. അതുകൊണ്ടാണ് ജോബിന്റെ ലൈഫിൽ അവൻ പറഞ്ഞ എന്റെ ത്വക്കിനെ അറ്റാക്ക് ചെയ്താലും എന്റെ സ്കിന്ന് വരെ അറ്റാക്ക് ചെയ്താലും Yes. എന്റെ അകത്ത് കിടക്കുന്ന ജോയ്, Yes. Amen. Hallelujah. Hallelujah. എന്റെ അകത്ത് കിടക്കുന്ന സന്തോഷത്തെ, Rashe- ക്രിസ്തുവിലുള്ള ജോയ്നെസ് Amen. Amen. ഞാൻ പറ്റിക്കില്ല. ഹല്ലേലൂയ. നെക്സ്റ്റ് വേർഡ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ഓക്കെ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്ന ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങളുടെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ, അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു അത് എന്ന് പറയുമെങ്കിൽ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എന്നെ കാണുന്നവരോട് ദൈവവചനം പറയുന്നു, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട്, നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട്, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. Hallelujah. നെക്സ്റ്റ് വേർഡ്. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല. ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, അല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ ശുശ്രൂഷകനാ. നിങ്ങൾ ദൈവത്തിന്റെ ദാസനും ദാസിയുമാ, അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷകരാ. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, വലിയവൻ യേശു മാത്രമേ ഉള്ളൂ. ആ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർക്കണം. ഇതൊക്കെ Amen. അവർ എന്നെ ഉപദ്രവിച്ചു, എന്നെ ഉപദ്രവിച്ചു. അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചന പ്രമാണിച്ചെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. ചേർന്നൊരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 21-ാമത്തെ വാക്യം. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായിക കൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. നെക്സ്റ്റ് വേർഡ്. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴുകഴിവില്ല. മതി, ഞാൻ ആ വാക്യം അവിടെ കൊണ്ട് നിർത്തുകയാണ്. കർത്താവിൽ വസിക്കുക, നീതി എന്ന കവചം ധരിക്കാൻ, ആ നീതി ബോധത്തിൽ ജീവിക്കുക. 1-2 വാക്യങ്ങൾ ഞാൻ ഈ റോമർ 5:1 വാക്യമാണ് നമ്മളിപ്പോ എടുത്തത്. 5:1. റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കുറ്റബോധമില്ലാതെ നിൽക്കാൻ കഴിയണമെങ്കിൽ, 1, നിങ്ങൾ സത്യമുള്ളവരായിരിക്കണം. 2, ഞാൻ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവൾ എന്ന വെളിപ്പാടുണ്ടാകണം. യശയ്യാവിന്റെ പ്രവചന പുസ്തകം 54-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നീതിയാൽ. യശയ്യാ 54:14, നീതിയാൽ ഞാൻ സ്ഥിരമായി നിൽക്കും. ക്രിസ്തുവിലുള്ള നീതിയാൽ ഞാൻ സ്ഥിരമായി നിൽക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാൻ ഇല്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. നീതിയിൽ, ക്രിസ്തുവിലുള്ള നീതിയിൽ, ആ നീതി ബോധത്തിൽ എപ്പോഴും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ വീണ്ടും പറഞ്ഞു, യേശു കർത്താവ് അറിയിക്കുകയാണ്, മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയും, അപ്പോഴും നിങ്ങൾ സന്തോഷിച്ചു തുള്ളണം. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. എന്നെ പകച്ചെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. യേശു കർത്താവ് വഴിയരികിൽ കരഞ്ഞുകൊണ്ട് നിന്ന സഹോദരിമാരോട് പറഞ്ഞു, പച്ച വൃക്ഷത്തോട് ഇങ്ങനെയാ ചെയ്തെങ്കിൽ ഉണക്ക വൃക്ഷങ്ങൾക്ക് എത്ര. ഇതൊക്കെ കേൾക്കാനും വായിക്കാനും ഒക്കെ വളരെ, കൈയടിക്കാനും ഒക്കെ വളരെ ഈസിയാണ്.
കാറ്റ് വരുമ്പോൾ, തിരമാല വരുമ്പോൾ, ഓളങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? Amen. Amen. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനം അനുസരിക്കാനുള്ളതാ. Amen. ഈ വചനം അനുസരിക്കാനുള്ളതാ. Amen. ഇതിൽ ജീവിക്കാൻ പറഞ്ഞ വചനം വചനം അനുസരിക്കുവാനും അനുസരിക്കുവാനും അതിൽ ജീവിക്കുവാനുമുള്ളതാ. ജീവിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ. Hallelujah. അതെല്ലാരോടും കർത്താവ് അറിയിക്കുന്ന ഒരു കാര്യം. Amen. പക്ഷേ ഞാൻ നിൽക്കുന്നത് നീതിയാല, എന്റെ നീതിയാലല്ല, ക്രിസ്തുവിലുള്ള നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടാൻ ഇല്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. ആയുധങ്ങൾ തീർക്കുവാൻ കൊല്ലനെയും നശിപ്പിക്കുവാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും നിനക്ക് ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. Amen. ഇത് യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. Amen. ഉറപ്പുണ്ടോ ഞാൻ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്? Amen. ആ ഉറപ്പുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞു. Hallelujah. വേദപുസ്തകത്തിൽ ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് നമ്മളെ നീതീകരിച്ചു. ക്രിസ്തുവിന്റെ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കുന്നു. ഞാൻ പാപബോധത്തിലോ കുറ്റബോധത്തിലോ ജീവിക്കേണ്ടവനല്ല, ഞാൻ ക്രിസ്തുവിലെ നീതിബോധത്തിൽ ജീവിക്കേണ്ടവനാണ് എന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ അതിന്റെ മറുഭാഗവും കൂടെ പറയണം. ഈ നീതിയും ഈ നീതീകരണവും ഈ കൃപയും കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല. Amen. അറിവിത്മേ. Yes. കാരണം 1 കൊരിന്ത്യർ 15:34 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, a way to righteousness and sin not. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഹല്ലേലൂയ. Amen. എന്നെ നീതീകരിച്ച കർത്താവിനെ, എന്നെ വിശുദ്ധീകരിച്ച കർത്താവിനെ ഞാൻ ഇനി ദുഃഖിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ ക്ഷമിക്കുന്നു, അവൻ പൊറുക്കുന്നു എന്ന് കരുതി ഞാൻ വീണ്ടും പാപത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അതിന്റെ 32 മുതലുള്ള വാക്യങ്ങളിലൂടെ ഒന്ന് വായിച്ച് ആ 2ാമത്തെ വിഷയത്തിൽ നിന്ന് പുറത്തു വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതി ആര് കുറ്റം ചുമത്തിയാൽ അവർ കുറ്റക്കാരനാകും. നീതീകരിച്ചവൻ ദൈവം. 34-ാം വാക്യത്തിൽ പറയുന്നു, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയും ചെയ്യുന്നു. Amen. Thank you, Holy Spirit. Yes. 2ാമത്തെ എന്റെ സർവായുധ വർഗമാണ് നീതിയുടെ കവചം. Amen. സത്യം. എന്തുകൊണ്ടാണ് ഈ നീതിയെ കവചമാക്കിയത്? കവചം ധരിക്കുന്നത് എന്റെ നെഞ്ചിലാണ്. Yes. അവിടെയാണ് എന്റെ ഹാർട്ട് ഇരിക്കുന്നത്. Yes. Amen. ആരും മിണ്ടുന്നില്ല. Hallelujah. എന്റെ ഹൃദയം ഇരിക്കുന്നിടത്താണ് ഈ കവചത്തെ ഇട്ടിരിക്കുന്നത്. Yes. Amen. നീതിയുടെ കവചം മറ്റെങ്ങും ധരിപ്പിക്കാതെ അത് നെഞ്ചിൽ ധരിപ്പിച്ചതിന്റെ കാരണം നിന്റെ ഹൃദയത്തിൽ ഒരു തെല്ലും വേദനയില്ലാതെ ക്രിസ്തുവിന്റെ നീതിയിൽ നീ സ്ഥിരമായി നിൽക്കുവാൻ വേണ്ടിയാണ്. ആ നീതിബോധത്തിൽ നീ ജീവിക്കുവാൻ വേണ്ടിയാണ്. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം പറയും? കാരണം നീതീകരിച്ചവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. നീതീകരിച്ചവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. Yes. അടുത്ത ദിവസത്തിൽ
ഇതിന്റെ തുടർമാനമായ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിക്കാം. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത വസ്ത്രം ആഭരണമായി നൽകും, ശോഭിത വസ്ത്രം ആഭരണമായി നൽകും. ആ കരങ്ങളെ ഉയർത്തി സഭ ശബ്ദം ഉയർത്തി പാടിയേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ദുഃഖം ദാരിദ്ര്യമെന്നീ അവയ്ക്കുണ്ടോ ശക്തി, ദുഃഖം ദാരിദ്ര്യമെന്നീ അവയ്ക്കുണ്ടോ ശക്തി എന്നേ. കൈക്കു പിടിച്ചു നീക്കൊണ്ടു പോകുന്നവൻ, കൈക്കു പിടിച്ചു നീക്കൊണ്ടു പോകുന്നവൻ. എന്റെ അടിസ്ഥാനം യേശുവാകുമ്പോൾ ശബ്ദമുയർത്തി യേശു എന്നടിസ്ഥാനം, ആശ്രയമായിരട്ടെ. യേശു 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 എന്നടിസ്ഥാനം, ആശ്രയമായിരട്ടെ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. കർത്താവേ, ഇന്ന് ഈ പകൽക്കാലം സത്യം എന്റെ അരയ്ക്കു കെട്ടി, നീതിബോധം എന്റെ കവചമാക്കി, സമാധാന സുവിശേഷം എന്റെ കാലിന് ചെരിപ്പാക്കി, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്ത് രക്ഷയുടെ ശിരസ്ത്രം ധരിച്ച് വചനമെന്ന ആത്മാവിന്റെ വാൾ കയ്യിലേന്തി ഏതു സമയവും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിശക്തമായി വാഴ്ച നടത്തുവാൻ, പൈശാചിക മേഖലകളെ ജയിക്കുവാൻ നിന്റെ ജനത്തിന് അവിടുന്ന് കൃപ ചെയ്യണമേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഉറച്ചു നിൽക്കുകയും, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഉറച്ചു നിൽക്കുകയും, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഉറച്ചു നിൽക്കുകയും.
ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തിയാൽ ഇന്ന് പകൽ നിറയപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. Oh, thank you, Holy Spirit. ആത്മീകമായി, സാമ്പത്തികമായി, ആരോഗ്യപരമായി സമസ്ത മേഖലകളിലും യേശുവിൻ നാമത്തിൽ ഇവർ അനുഗ്രഹിതരാകട്ടെ. Thank you, Holy Ghost. ഓൺലൈനിൽ എന്നെ കാണുന്ന, ലൈവിൽ എന്നെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഇന്നത്തെ ആരാധന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഡിസംബർ മാസം ഇന്ന് പകൽക്കാലം ക്രിസ്തുവേശുവിലുള്ള നീതിയാൽ ഞങ്ങൾ സ്ഥിരമായി നിൽക്കാം. സത്യം അരയ്ക്ക് കെട്ടി സുവിശേഷത്തിന്റെ ചെരുപ്പ് കാലിൽ അണിഞ്ഞ് വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിച്ച് വചനമെന്ന വാൾ അധരത്തിലെടുത്ത് വചനമെന്ന വാൾ അധരത്തിലെടുത്ത് വചനം വചനം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾ ജയകരമാക്കണം. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾ ജയകരമാക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കണം. വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിച്ചാൽ സകല സംശയത്തിന്റെ കോട്ടകളും പൈശാചിക മേഖലയുടെ പദ്ധതികളും ഇടിഞ്ഞു വീഴുവാനിടയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ. നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഞങ്ങളെ ഇപ്പോൾ കാണുന്ന, ഈ ലൈവ് സർവീസ് കാണുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഈ ആരാധനയിൽ കൂടി ഇവിടെ ആയിരിക്കുന്ന, ചർച്ചിലായിരിക്കുന്ന എല്ലാവരും ഒന്ന് കൈകളെ ഉയർത്തി ഈ ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. കർത്താവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കുക. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. സ്വർഗീയമായ വഴികൾ പരിശുദ്ധാത്മാവിനാൽ അവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ. അങ്ങയുടെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഈ തലമുറയുടെ മേൽ അങ്ങയുടെ അഭിഷേകത്തെ, അവിടുത്തെ ശക്തിയെ അവിടുന്ന് പകരണം. Thank you, Holy Spirit. 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 നീതീകരിച്ചവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാ. ക്രിസ്തുവിന്റെ നീതിയിൽ സ്ഥിരമായി നിൽക്കും. ഈ വചനങ്ങളൊന്നും ഈ ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ കളയുന്നവരാകാതെ ഈ വചനത്തെ വീണ്ടും ധ്യാനിക്കാൻ, അതിൽ ജീവിക്കാൻ, അതനുസരിക്കാൻ, സത്യത്തിന്റെ പാതയില് സ്നേഹത്തിന്റെ കൊടിയുമായിട്ട് ഒരു വലിയ സാക്ഷ്യം വഹിച്ച് സാക്ഷികളുടെ സമൂഹത്തിൽ മുന്നേറാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. ഞാൻ ലൈവിലുള്ളവർക്കായി പ്രാർത്ഥിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ സകല സമ്പത്തിനെയും നന്മകളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം പ്രോസ്പർ ആകട്ടെ. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹീതരാകട്ടെ. ഞാൻ ഇനി ചർച്ചിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലൈവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you, Holy Spirit.